ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള ആയുർവേദ ബ്യൂട്ടി ടിപ്പ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായി ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ ഹോസ്പിറ്റലാണ്. അതിപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോസൊന്നും അങ്ങനെ ഇടാനൊന്നും പറ്റുന്നില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്നാലും നമുക്ക് ഈ തിരക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ പോലെ വീഡിയോ ഒക്കെ നന്നായി ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ, അതായത് മെഡിസിനെ കുറിച്ചിട്ടോ, നിങ്ങൾക്ക് ആയുർവേദ ഒഴിച്ചൽ പിഴിച്ചൽ ധാര കിഴികൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും എന്ത് സംശയത്തിനും എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് വിളിക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വല്ല പ്രോഡക്റ്റോ അല്ലെങ്കിൽ വല്ല ഫേഷ്യൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനും എന്നെ വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അർജൻറ്റായിട്ട് മറുപടി കിട്ടണമെങ്കിൽ പ്ലീസ് എന്നെ വിളിച്ചോളൂ കേട്ടോ. യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഷാമ്പൂവിനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ പറയാതെ എനിക്കുണ്ടില്ലേ, സോറി, തിരിച്ചാ കാണിച്ച ഫസ്റ്റ് തന്നെ. ഓക്കെ, അപ്പോൾ റൂട്ട് ഷാമ്പൂവിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവും, റൂട്ട് ഷാമ്പൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ എന്താ പറയുക, നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്നെ വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം ഞാൻ രാജ്യയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാജ്യയിൽ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനൊരു തെറാപ്പിസ്റ്റ് ആണെന്ന്. അപ്പോൾ ഇത്രയും വലിയൊരു സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യണം എന്നുള്ളത് എല്ലാവരെ പോലെ എനിക്കും, നമ്മളിപ്പോൾ എന്താ പഠിച്ചു വെച്ചാൽ ആ സ്ഥാപനത്തിൽ പോയി തന്നെ ജോലി ചെയ്യണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഒരു വലിയൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അറിയില്ല. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രാജ ആയുർവേദത്തിൻ്റെ റൂട്ട് ഷാമ്പൂവിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ഇത് അറിയാവുന്ന ഒരു കാര്യമാണ് റൂട്ട് ഷാമ്പൂവിനെ കുറിച്ചിട്ട്. നമുക്ക് എന്താ പറയുക, ആയുർവേദ പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ കുറഞ്ഞ വിലയിലാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 100 രൂപയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ 7 എണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം ഫ്രീ ആണ് കേട്ടോ. ഒരെണ്ണത്തിൻ്റെ കാശ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വാങ്ങിക്കുമ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഫാർമസിയിലൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് എണ്ണം ഇറക്കിയതാണ്. അപ്പോൾ ആകെ 3 എണ്ണം നമുക്കിവിടെ സ്റ്റോക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ കാരണം കാറ്റുകാലം ആയതുകൊണ്ട് മുടിയിലൊക്കെ എപ്പോഴും പൊടിയും അതുപോലെ തന്നെ അഴുക്കുകളൊക്കെ വരുന്ന ടൈമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, മുടിയിൽ തന്നെ നമ്മൾ എണ്ണയൊക്കെ തേക്കുക. എണ്ണ തേച്ചാലും തേച്ചില്ലെങ്കിലും പൊടിയിൽ സ്വാഭാവികമായി അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഷാമ്പു തേച്ച് തന്നെ കളയണം. അതിനെന്ത് ചെയ്യുക, കെമിക്കൽ നമ്മൾ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മെയിനായിട്ട് നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള, അതായത് മുടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു, തലയോട്ടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതുമായ അഴുക്കുകൾ കളയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് നല്ല പാറി നല്ലൊരു ഷൈനായി എടുക്കാൻ വേണ്ടത്. വല്ല എന്തെങ്കിലും വല്ല പ്രോഗ്രാമിനോ അല്ലെങ്കിൽ കല്യാണ പരിപാടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് മുടിയൊക്കെ ഒന്ന് നല്ല വൃത്തിയിലായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്, അതായത് നല്ലൊരു ഷൈനിങ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും ഷാമ്പു ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ തലമുടിയിൽ അഴുക്കണി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അത് ചൊറിച്ചലും പേനും ഈര് അങ്ങനെയുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും അതൊരു കാരണമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഷാമ്പു ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആയുർവേദ ഷാമ്പു ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ പണ്ടത്തെ കാലത്ത് എന്താ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് താളിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ താളി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ രാജ ആയുർവേദം കുപ്പിയിലാക്കി തരുന്നത്. അപ്പം നമ്മളിതിൽ എന്തൊക്കെ ചേർത്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ സുപരിചിതമായിട്ടുള്ള, അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങളും ഒക്കെ നമുക്കറിയാം. പക്ഷെ എന്താ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് ഉണ്ടാക്കി ഉപയോഗിക്കാനുള്ള ടൈമും ഇല്ല, അതുപോലെ തന്നെ അത് കിട്ടാനും ഇല്ല. 2 കാര്യമുണ്ട്. കാരണം നമ്മുടെ അടുത്തിപ്പോൾ അത് വേണ്ട. ഇപ്പോൾ ചുവന്ന ചെമ്പരത്തിയൊക്കെ അത്ഭുതമാണ് കേട്ടോ. നമ്മളൊക്കെ പണ്ട് കാലത്ത് വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഇതൊക്കെ കാണാനില്ല. എല്ലായിടത്തും നല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തില്ല, അത് കാണാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ കുപ്പിയിലാക്കി നമുക്ക് സൗകര്യപ്രദമായി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും വളരെ കുറവാണ്. അതുപോലെ തന്നെ ആയുർവേദ ആയതുകൊണ്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തില്ലോ മണത്തിൻ്റെ കാര്യത്തിലോ സ്മെല്ല് എങ്ങനെ ഉണ്ടാവും. ഒരു പേരും പേടിക്കാനില്ല. ചന്ദനാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്മെല്ലാണ്. പിന്നെ ഇതിൻ്റെ കളറ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൽ എന്തൊക്കെ മരുന്നുകളെ ചേർത്തിരിക്കുന്നു നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് തന്നെ വരും. ഞാനെപ്പോഴും എന്താ പറയുക, അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഞാൻ ഇവിടെയൊക്കെ താമസിക്കുന്ന കാരണേ ചിലപ്പോൾ ഡ്രസ്സുകളിലൊക്കെ കൂടെ വെക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ലീക്ക് ഇതുപോലെ ബുദ്ധിമുട്ടാവുമെന്നൊക്കെ വിചാരിച്ചു ഞാൻ തുറന്നിട്ടാണ് കേട്ടോ എടുക്കുക. തുറന്നിട്ടെടുത്ത് അപ്പം തന്നെ അടച്ച് വെക്കാറാണ് പതിവ്. അപ്പം ഞാൻ ഇന്നും ആ ഷാമ്പു തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, മുടി നല്ല എൻ്റെ മുടിയിൽ കണ്ടില്ലേ, ഒരു അഴുക്കൊന്നുമില്ല. ആദ്യമൊക്കെ ഞാൻ കാണിക്കുമ്പോൾ ആദ്യം ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, മുടിയിലൊക്കെ ആകെ താരം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. വളരെ നല്ലതാണ് കേട്ടോ ഇത് ഉപയോഗിക്കുമ്പോൾ. ഇനി ഇതിൽ എന്തൊക്കെ ആയുർവേദ മരുന്നുകളാണ് ചേർന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് താളി പൗഡറാണ് കേട്ടോ. താളി പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെമ്പരത്തി താളി മുടിക്ക് വളരെ നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ വന്നിട്ട് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം.
ഞാനത് എന്താ പറയുക, ഇത് എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഒറിജിനലായിട്ട് കിട്ടാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ചൊരു ചേച്ചിയെ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ അവരാണ് കൂടുതലായിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ മരുന്നുകളൊക്കെ അവർ പറിച്ചെടുക്കുന്നത്. ഒരുപാട് മരുന്നുകളും അങ്ങനെയുള്ള ഒരുപാട് മെഡിസിൻസ് അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ അവരുടെ ഫാക്ടറി ഒക്കെ തൊട്ടപ്പെടുത്താൻ തോന്നുന്നു, ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ചെമ്പരത്തി താളിയാണ് കേട്ടോ, അതായത് നല്ല ഇലകൾ മാത്രം പറിച്ചെടുത്ത് നല്ല വൃത്തിയിലാക്കിയിട്ട് കഴുകി ഒക്കെ ആക്കിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഉറുവഞ്ചിക്കായ ഞാൻ എല്ലാം നമ്മൾ പണ്ട് കാലങ്ങളിൽ സോപ്പിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഉറുവഞ്ചിക്കായ മാത്രം ഉപയോഗിച്ച് മുടി കഴുകുന്നവരൊക്കെ ഉണ്ട്. ആ ഉറുവഞ്ചിക്കായ നമ്മൾ ഈ സ്വർണ്ണമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കില്ലേ, അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബെസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ബ്രഹ്മിയാണ് കേട്ടോ. ബ്രഹ്മി നമ്മുടെ മുടി വളരാൻ വേണ്ടി വളരെ നല്ലതായിട്ടുള്ളൊരു സാധനമാണ് ബ്രഹ്മി. വെറുതെ നമുക്ക് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യുക, താളിയാക്കിയിട്ട് നമുക്ക് എണ്ണ കാച്ചുന്നതിലിടാം. അതുപോലെ തന്നെ അത് വെറും താളിയായിട്ട് ഉപയോഗിക്കുക. അതൊക്കെ നമുക്ക് കുറച്ച് വീടുകളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ വന്നിട്ടുള്ളത് പച്ചനെല്ലിക്കയാണ് കേട്ടോ. നെല്ലിക്കൊക്കെ അവിടെ നല്ല കുന്നുകൂടിയിട്ടാണ് കിടക്കണേ, കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ ആയുർവേദ ഹോസ്പിറ്റലുകളൊക്കെ സമീപിക്കുകയാണെങ്കിൽ രാജ്യത്തേക്ക് ഒന്ന് പൊക്കോളൂ കേട്ടോ. കാരണം നമുക്ക് മനസ്സിന് തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് ആണ്. ഈ തിരക്കുകളിലും ബഹളങ്ങളിലൊക്കെ ഇടയിൽ നിന്ന് ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ഒരു കുളിർമ കിട്ടാനൊക്കെ ഇത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പോയപ്പോൾ ഒരു ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എനിക്ക് നല്ലൊരു വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ വന്നിട്ടുള്ളത് മൈലാഞ്ചിയാണ് കേട്ടോ. മൈലാഞ്ചി നമ്മുടെ മുടിക്ക് നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മുടി വലുതാവാനും അതുപോലെ തന്നെ മുടി നല്ല മിനുസാകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനത്തെ മരുന്നുകളാണ് കേട്ടോ ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചന്ദനാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു മണം പ്രത്യേക നല്ലൊരു മണം തന്നെയാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് ചേർക്കാറ്, കുറച്ച് ഷാമ്പു എടുക്കും. അതായത് ഇപ്പം നമ്മുടെ മുടിക്കനുസരിച്ച് അളവ് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ ഓരോരുത്തരും മുടിക്കനുസരിച്ചല്ലേ നമ്മൾ ഷാമ്പു ഒക്കെ ഉപയോഗിക്കാം. അതുകൊണ്ട് അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ എങ്ങനെ തലയിൽ തേക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അത് കണ്ടില്ലേ, ഇതിങ്ങനെ കണ്ടില്ലേ, ഇത് ഞാനിങ്ങനെ തുറക്കാൻ പോവാണ്. ഇതിപ്പോൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട്ടോ, അതിൽ ഇനി കുറച്ചുകൊണ്ടേ ഉള്ളൂ. ഞാൻ ഡെയിലി തന്നെയാണ്, ഡെയിലി മീൻസ് അങ്ങനെയല്ല വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ചില സമയത്തൊക്കെ 2 ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഡെയിലി ഒന്നും ഷാമ്പു ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. ഇനിയിപ്പോൾ അത്രയ്ക്കൊക്കെ പൊടി, അത്ര ജോലിയിലൊക്കെ എന്താ പറയുക, അത്രയ്ക്കൊക്കെ പൊടിയൊക്കെ നമ്മുടെ മുടിയിലൊക്കെ വന്ന് ചെയ്യുന്ന ഒരു ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നതൊക്കെ ഇനി നിങ്ങൾ നനച്ചോളൂ കേട്ടോ. എന്നാലും ഇത് ഉപയോഗിച്ച് നനച്ചിട്ട് വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. ചില സമയത്തൊക്കെ നനയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ, പൊടിയൊക്കെ അധികമായി എന്നൊക്കെ തോന്നുമ്പോൾ. പൊടി ഇങ്ങനെ അഴുക്കുകളൊക്കെ ഇങ്ങനത്തെ വരുമ്പോഴേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടോട് നനയ്ക്കാറുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ കളറൊക്കെ ഉണ്ടല്ലേ. ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ. ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ മുടി വെറുതെ ഒന്ന് നനയ്ക്കുക. മണം ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര മണമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു മണമാണ്. അത് നമ്മുടെ മുടിയിൽ ഒരുപാട് ദിവസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു 3 ദിവസമൊക്കെ എന്തായാലും ഇതിൻ്റെ ഒരു മണം ഉണ്ടാവും നമ്മുടെ മുടിയിൽ. ഇതിപ്പോൾ ഇവിടുത്തെ എൻ്റെ യൂണിഫോമാണ് കേട്ടോ ഇത്, കണ്ടില്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ചുരിദാറാണ്, അതിന് മേലെ കൂടെ വെറുതെ ഇട്ടിരിക്കുകയാണ്. ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഹോസ്പിറ്റലിൽ തിരുതാമസമാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ മരുന്നുകൾ, പേഷ്യൻസ് അങ്ങനെയുള്ളൊരു ലോകത്താണ് ഇപ്പം ഞാനുള്ളത്. നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മുടെ മുടി ഒന്ന് നനച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് നീരിറക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഒരു പേടിയുണ്ടാവും, ഈ ഷാമ്പു ഉപയോഗിക്കാൻ പറ്റുമോ, ആയുർവേദ അല്ലേ, ഇങ്ങനെ ഞാനിങ്ങനെ ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കാറില്ല, നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വല്ല പ്രശ്നം കണ്ടില്ലേ കേട്ടോ. നമ്മുടെ നല്ല പതയാണ് കേട്ടോ, നല്ല പത പറഞ്ഞാൽ നല്ല പതയാണ്, ഒരു ഇതുമില്ല കേട്ടോ. നീരിറക്കൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതുപോലെ മുടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മുടി നനച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഷാമ്പു എടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ഇതാക്കിയതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ തന്നെ നന്നായി മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മുടിയിലൊക്കെ നല്ല ഇതായിട്ട് ചെന്നോളും. നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈരും പേനും അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ നന്നായിട്ട് നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം തലയൊക്കെ നന്നായി തോർത്തിയതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് കുറച്ച് രാസ്നാദി പൊടി എടുക്കാം. രാച്ചട തന്നെയാണ് കേട്ടോ രാസ്നാദിപ്പൊടിയും. ഇതിൻ്റെ പ്രൈസ് 13 രൂപയുള്ളൂ കേട്ടോ. നല്ല പാക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ എടുത്തോളൂ കേട്ടോ. അപ്പോൾ അത് മാത്രമേ രാജ്യമുള്ളൂ.
എന്ത് ചെയ്യാൻ ഇവിടുന്ന് ഒരു നുള്ളെടുത്തിട്ട് ഇങ്ങനെ ഒരു നുള്ളെടുക്കാം. ഇത് നെറുക് നോക്കുക, കണ്ടില്ലേ? ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെയാണ് കേട്ടോ, ഇവിടെയാണ് ഇപ്പം എൻ്റെ നെറുക്. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഒന്ന് തിരുമ്പി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വല്ല പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ എന്തുണ്ടാവും, ഈ നീരിറക്കം എന്നുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇത് എന്നല്ല, എന്താ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മഴ കൊണ്ടു അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ അതായത് ആയുർവേദത്തിൽ ശിരോധാര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ഷീരബല തൈലൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെയല്ല, ഒരുപാട് തൈലങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നീലപ്പൃങ്ങാതിയൊക്കെ ഉപയോഗിക്കാറുണ്ട് ചില ധാര ചെയ്യുമ്പോൾ. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തല നനയ്ക്കാറില്ല. അപ്പോൾ നമ്മൾ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ തല നനച്ചിട്ട്, കാരണം അവർക്ക് ഓയിലൊന്നും തീരെ തലയിൽ വയ്ക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളുകളാണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അവരെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, സമ്മതിക്കും കിട്ടും തല നനയ്ക്കാനൊക്കെ. അപ്പോൾ തലയിൽ മൊത്തം എണ്ണ ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, തല നന്നായി ആ മുടിയിൽ നിന്നൊക്കെ എണ്ണ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, രാസനാദിപ്പൊടി മാത്രം ഇട്ടിട്ട് നന്നായി തിരുമ്പി കൊടുക്കും. കുറച്ചധികം ഇടും കേട്ടോ. നന്നായി തിരുമ്പി കൊടുക്കും. അവർക്ക് നീരിറക്കോ യാതൊരു ബുദ്ധിമുട്ടോ അവർക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, രാസനാദിപ്പൊടി ഉപയോഗിച്ചാൽ മതി കേട്ടോ. അങ്ങനത്തെ കാര്യത്തിനൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നീരിറക്കൊക്കെ ഉള്ള ആളുകൾ ഏതെണ്ണ ഉപയോഗിക്കാൻ, നിങ്ങൾക്ക് നീരിറക്കം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് വന്നിട്ട് ഈ കാര്യമാണ് കേട്ടോ ചെയ്യേണ്ടത്. അതിങ്ങനെ വെക്കുക, നെറു നോക്കുക, ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് സ്മെല്ലൊക്കെ ഒന്ന് വേണമെങ്കിൽ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ തന്നെ ഒരു നല്ലൊരു ഇതാണ്. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം, യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും. ബൈ, സീ യു.